നമസ്കാരം. ഇന്ന് നമ്മളൊരു ചരിത്രപരമായ ഡിറ്റക്റ്റീവ് അന്വേഷണത്തിനാണ് പോകുന്നത്. നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ് പുരാതന ദക്ഷിണേന്ത്യയിലെ ഒരു സൂപ്പർ പവറായിരുന്ന ചേരന്മാരുടെ ആ നഷ്ടപ്പെട്ട സാമ്രാജ്യത്തിന്റെ കഥ. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോയൊരു സാമ്രാജ്യത്തിന്റെ കഥ പറയുക? പ്രത്യേകിച്ച് വലിയ കോട്ടകളോ കൊത്തളങ്ങളോ ഒന്നും ബാക്കി വെക്കാതെ പോയ ഒരു സാമ്രാജ്യത്തിന്റെ കഥ. ഇതൊരു ചരിത്രപരമായ കുറ്റാന്വേഷണ കഥ പോലെയാണ് ശരിക്കും. ഓരോ ചെറിയ തുമ്പും നമുക്കിവിടെ ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ചേരന്മാരെ പരിചയപ്പെടാം. പുരാതന ദക്ഷിണേന്ത്യയിലെ ഒരു സൂപ്പർ പവറായിരുന്നു ഇവർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ ചരിത്രം എന്ന് പറയുന്നത് ചിതറിക്കിടക്കുന്നൊരു വലിയ പസിൽ പോലെയാണ്. ആ പസിലിന്റെ ഓരോ കഷ്ണങ്ങളും ഒരുമിച്ച് വെക്കാനാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്, ഒരു ഡിറ്റക്റ്റീവിനെ പോലെ. ശരി, അപ്പം നമ്മുടെ ഒന്നാമത്തെ തുമ്പ്. ഈ അന്വേഷണം നമ്മൾ തുടങ്ങുന്നത് മണ്ണിൽ കുഴിച്ചോ കോട്ടകൾ പരിശോധിച്ചോ ഒന്നുമല്ല. പകരം വാക്കുകളിൽ നിന്നാണ്, പുരാതന കവികൾ എഴുതിവെച്ച വാക്കുകളിൽ നിന്ന്. നമ്മുടെ ആദ്യത്തെ തെളിവുകൾ വരുന്നത് സംഘം ലിറ്ററേച്ചറിൽ നിന്നാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉദാഹരണത്തിന് 10 എന്നൊരു പുസ്തകമുണ്ട്. അത് മുഴുവനും ചേരരാജാക്കന്മാരെ പുകഴ്ത്തുന്ന കവിതകളാണ്. പിന്നെ ചിലപ്പതികാരം പോലെയുള്ള ഇതിഹാസങ്ങളിലാവട്ടെ ചേരൻ ശങ്കുറ്റവനെ പോലെയുള്ള രാജാക്കന്മാരെയൊക്കെ വലിയ ഹീറോകളെയാണ് കാണിക്കുന്നത്. ചേരന്മാരുടെ കഥയുടെ ഒരു ലെജൻഡറി ബേസ് ഉണ്ടാക്കുന്നത് ഈ കവിതകളൊക്കെയാണ്. ഈ കവിതകളിലെ വർണ്ണന എത്രത്തോളം ഗംഭീരമായിരുന്നു എന്നറിയാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. ഇമയവരമ്പൻ നെടുഞ്ചേരലാതൻ എന്നൊരു രാജാവിനെ വിളിച്ചിരുന്നത് ഹിമാലയം അതിർത്തിയായി ഉണ്ടായിരുന്നവൻ എന്നായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാവണമെന്നില്ല, പക്ഷെ അവരുടെ പവറും ആഗ്രഹങ്ങളും എത്ര വലുതായിരുന്നു എന്നതിനൊരു കിടിലൻ സൂചനയാണത്. പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത്. ഈ വീരകഥകളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷേ ഇതിന് നമുക്ക് അപ്പാടെ ചരിത്രമായിട്ടെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിഹാസങ്ങൾ മാത്രം പോരാ, നമുക്ക് കുറച്ചുകൂടി ഉറപ്പുള്ള തെളിവുകൾ വേണം. അപ്പോ കവികളുടെ കഥ നമ്മൾ കേട്ടു. ഇനി നമുക്ക് രാജ്യത്തിനു പുറത്തേക്ക് ഒന്ന് പോയി നോക്കാം. ചേരന്മാരെക്കുറിച്ച് പുറം ലോകം, അതായത് മറ്റു രാജ്യക്കാർ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അതാണ് നമ്മുടെ രണ്ടാമത്തെ തുമ്പ്. ഈ തെളിവുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയുന്നത് ചേരന്മാരുടെ കവികളല്ല, മറിച്ച് പുറത്തുനിന്നുള്ളവരാണ്. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളിൽ കേരളപുത്രർ എന്നൊരു പേര് കാണാം. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് റോമൻ വ്യാപാരികളും ചരിത്രകാരന്മാരുമൊക്കെ ഇവിടുത്തെ തുറമുഖങ്ങളെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചുമൊക്കെ വിശദമായി എഴുതിവച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും റോമാക്കാർക്ക് ചേരന്മാരുടെ ഈ തീരം ഇത്ര പ്രിയപ്പെട്ടതായത്? ഉത്തരം വളരെ സിമ്പിളാണ്. കുരുമുളക്, അതെ, ബ്ലാക്ക് പെപ്പർ. അന്ന് സ്വർണത്തോളം വിലയുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ കറുത്ത പൊന്ന്. അതിന്റെ കച്ചവടം കൺട്രോൾ ചെയ്തിരുന്നത് ചേരന്മാരായിരുന്നു. അതായിരുന്നു അവരുടെ സാമ്പത്തിക ശക്തിയുടെ മെയിൻ കാരണം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലിപ്പോൾ കവിതകളിലെ കഥകളുണ്ട്, വിദേശികളുടെ വിവരണങ്ങളുണ്ട്. പക്ഷേ ഇവ രണ്ടും പറയുന്നത് ഒരേ കാര്യത്തെക്കുറിച്ചാണോ? അത് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് തൊട്ടുനോക്കാൻ പറ്റുന്ന ഉറപ്പുള്ള തെളിവുകൾ വേണം, അല്ലേ? അതാണ് നമ്മുടെ അടുത്ത തുമ്പ്, മൂന്നാമത്തേത്. ഇതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ശരിക്കും. കരൂരിനടുത്തുള്ള പുകഴൂരിൽ നിന്ന് കിട്ടിയ ഒരു ശിലാലിഖിതം. ആ ഒരൊറ്റ കണ്ടെത്തൽ കവിതയിലെ ഭാവനയെ യാഥാർത്ഥ്യവുമായി കൂട്ടിയിണക്കി. എങ്ങനെയെന്നല്ലേ? സംഘം കവിതകളിൽ നമ്മൾ കേട്ട അതേ രാജാക്കന്മാരുടെ പേരുകൾ, അതേ പേരുകൾ കല്ലിൽ കുത്തിവെച്ചിരിക്കുന്നു. അതോടെ ചരിത്രകാരന്മാർക്ക് ഉറപ്പായി ഈ കഥകളിലൊക്കെയുള്ളത് വെറും സങ്കല്പമല്ല, ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെയായിരുന്നുവെന്ന്. നമ്മുടെ അടുത്ത തെളിവ് വരുന്നത് ചെറിയൊരു സാധനത്തിൽ നിന്നാണ്: നാണയങ്ങൾ. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ്. പുരാതന നാണയങ്ങളെന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ടൈം ക്യാപ്സൂൾ പോലെയാണ്. ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അവയ്ക്ക്. അപ്പോൾ റോമൻ ചരിത്രകാരന്മാരെഴുതിവെച്ച ആ കച്ചവടത്തിന്റെ കഥയില്ലേ, അതിന് വീണ്ടും തെളിവ് കിട്ടി. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും റോമൻ സ്വർണ്ണ നാണയങ്ങളുടെ വലിയ കൂമ്പാരങ്ങൾ തന്നെ പുരാവസ്തു ഗവേഷകർക്ക് കിട്ടി. പുസ്തകത്തിൽ വായിച്ചൊരു കാര്യം നേരിട്ട് മണ്ണിൽ നിന്ന് കിട്ടുന്നത് പോലൊരു ഉറപ്പ് വേറെയില്ലല്ലോ. ആ വലിയ കച്ചവടത്തിന്റെ ഏറ്റവും വലിയ തെളിവ്. പക്ഷേ അതുകൊണ്ട് മാത്രം കഥ പൂർണ്ണമായില്ല. അത് കഥയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവസാനത്തെ, ഒരുപക്ഷേ ഏറ്റവും സർപ്രൈസിംഗ് ആയ ഒരു തുമ്പാണ്. എല്ലാവരും പടിഞ്ഞാറോട്ട്, അതായത് റോമിലേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കഥയിലെ ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നത് കിഴക്കായിരുന്നു, മറ്റൊരു ലോകശക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ. ഈ കാണുന്നത് കണ്ടോ? ഇതൊന്നും നോക്കിയേ. 1-2 നാണയങ്ങളല്ല, ആയിരക്കണക്കിന് ചൈനീസ് നാണയങ്ങളാണ്. കേരളത്തിൽ കൊല്ലം തീരത്തുനിന്നാണിത് കിട്ടിയത്. ഈ ഒരൊറ്റ കണ്ടെത്തൽ മാത്രം മതിയായിരുന്നു ചേരന്മാരുടെ ലോകവ്യാപാരത്തെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന സങ്കല്പങ്ങളെല്ലാം മാറ്റിവരയ്ക്കാൻ. ഈ നാണയങ്ങൾ വെറും പഴയ കാശല്ല, ഓരോന്നും ഓരോ ഡാറ്റാ പോയിന്റാണ്. അത് ഏത് കാലഘട്ടത്തിലേതാണ്, ഏത് ചൈനീസ് രാജവംശമാണത് ഇറക്കിയത്, എത്ര എണ്ണം കിട്ടി,
ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു വലിയ കച്ചവടത്തിന്റെ കഥയാണ്. ഈ ചാർട്ടിലേക്ക് നോക്കൂ. ഇത് ആ കഥ കുറച്ചുകൂടി വ്യക്തമാക്കും. ടാങ് രാജവംശം മുതൽ സോങ് രാജവംശം വരെയുള്ള നാണയങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് പല നൂറ്റാണ്ടുകളിലെ നാണയങ്ങൾ. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ചൈനയുമായുള്ള കച്ചവടം എന്ന് പറയുന്നത് എപ്പോഴോ ഒന്ന് നടന്നുപോയൊരു കാര്യമല്ല, മറിച്ച് നൂറ്റാണ്ടുകളോളം തുടർച്ചയായി നിലനിന്നിരുന്ന ശക്തമായ ഒരു ബന്ധമായിരുന്നു അത്. അപ്പോൾ കവിതകൾ, വിദേശികളുടെ കുറിപ്പുകൾ, കല്ലിലെഴുത്തുകൾ, പിന്നെ റോമൻ ചൈനീസ് നാണയങ്ങൾ, ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഈ തുമ്പുകളൊക്കെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്കെന്ത് ചിത്രമാണ് കിട്ടുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ നഷ്ടപ്പെട്ടുപോയ ഒരു സാമ്രാജ്യത്തിന്റെ കഥ വീണ്ടെടുക്കുന്നത്. നോക്കൂ, നമ്മൾ തുടങ്ങിയത് കവിതകളിലെ ഐതിഹ്യങ്ങളിൽ നിന്നാണ്. പിന്നെ പുറം ലോകത്തു നിന്നുള്ള വിവരണങ്ങൾ വെച്ച് അത് ശരിയാണോ എന്ന് നോക്കി. കല്ലിൽ കൊത്തിയ ലിഖിതങ്ങൾ ആ കഥകൾക്കൊരു ഉറപ്പ് തന്നു. അവസാനം നാണയങ്ങൾ. ആ നാണയങ്ങൾ അവരുടെ കച്ചവടം ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് എത്തിയിരുന്നു എന്നതിന്റെ ഒരു മാപ്പ് തന്നെ നമുക്ക് തന്നു. ഓരോ തുമ്പും അടുത്ത തുമ്പിലേക്കുള്ള വഴികാട്ടിയായി. അങ്ങനെ ചിത്രം പതിയെ തെളിഞ്ഞു വന്നു. അപ്പോ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ ടേക്ക്അവേ എന്താണ്? ചേരന്മാരുടെ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതൊരു തുറന്ന പുസ്തകം പോലെയാണ്. അതിന്റെ താളകൾ കവിതകളിലും കല്ലുകളിലും പിന്നെ മണ്ണിൽ ചിതറിക്കിടക്കുന്ന നാണയങ്ങളിലുമൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇനിയും എത്രയെത്ര അധ്യായങ്ങൾ കണ്ടെത്താനുണ്ടാവും, അല്ലേ? നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ എത്രയോ വലിയ രഹസ്യങ്ങളായിരിക്കാം ഇപ്പോഴും നമ്മുടെ കാലിനടിയിൽ മണ്ണിൽ ഒളിഞ്ഞുകിടക്കുന്നത്.